NSS പത്തനാപുരം യൂണിയൻ പിരിച്ചുവിട്ടു. യൂണിയന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ച് 10 കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചിരുന്നു. ക്വാറം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ 10 കമ്മിറ്റി അംഗങ്ങളൊക്കെ നേരത്തെ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂണിറ്റ് തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ചുമതലയൊക്കെ ആർക്കായിരിക്കും? എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? പത്തനാപുരം NSS യൂണിയനിൽ KB ഗണേഷ് കുമാറിനെ ചൊല്ലി തർക്കങ്ങൾ കലുഷിതമായിരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി മന്ത്രി KB ഗണേഷ് കുമാർ തുടരുന്നതിനെതിരെ യൂണിയനിലെ ഒരു വിഭാഗം അംഗങ്ങൾ പരസ്യമായിട്ട് രംഗത്ത് വരികയും ആരോപണം ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കണമെന്നുള്ള ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉൾപ്പെടെ അംഗങ്ങൾ ഈ വിവരം ധരിപ്പിച്ചു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. NSSകാർക്കിടയിൽ കോൺഗ്രസ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പ്രതികരിച്ചത്. പക്ഷേ 10 കമ്മിറ്റി അംഗങ്ങൾ ഈ വിഷയത്തെ ചൊല്ലി ഗണേഷ് കുമാറിനെതിരെയുള്ള എതിർപ്പിനെ ചൊല്ലി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. യൂണിയന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. കോറം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പത്തനാപുരത്തെ NSS യൂണിയൻ പിരിച്ചുവിടുന്ന സാഹചര്യം എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ പുതിയ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. യൂണിയന്റെ ചുമതല തങ്കപ്പൻ പിള്ള ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്ത് KB ഗണേഷ് കുമാറിന് ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ് പത്തനാപുരത്തെ NSS യൂണിയൻ പിരിച്ചുവിട്ടതെന്ന കാര്യത്തിൽ തർക്കമില്ല. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.